നമസ്കാരം. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ വസതിയിൽ നാടകീയമായ ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ അപ്രതീക്ഷിതമായി വാളകത്തുള്ള തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്തിനാണ് വാളകത്തുള്ള വീട്ടിലേക്ക് അപ്പോൾ വന്നത്? അല്ലെങ്കിൽ തന്നെ മന്ത്രിയുടെ വസതിയിൽ ഭാര്യയ്ക്ക് വന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ തികച്ചും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു കടന്നുവരവ്. കടന്നു വന്നപ്പോൾ മന്ത്രിയുടെ വസതിയിൽ പോലീസുകാർ കാവലുണ്ട്, മന്ത്രിയുടെ ജീവനക്കാരുണ്ട്. പക്ഷേ മന്ത്രിയെ അരുതാത്ത നിലയിൽ കണ്ടു എന്നാണ് ഭാര്യ പറയുന്നത്. എന്ന് വെച്ചാൽ മന്ത്രിയുടെ മുറിയിൽ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയും മന്ത്രിയും തമ്മിലുള്ള പൊസിഷൻ അത് അത്ര പിടിച്ചില്ല ഭാര്യയ്ക്ക്. അത് ഭാര്യയെ പ്രകോപിപ്പിച്ചു. ഭാര്യ അത് വീഡിയോയിലൂടെ പകർത്താൻ ശ്രമിച്ചു. ഭാര്യയുടെ മൊബൈൽ ഫോൺ മന്ത്രിയുടെ ജീവനക്കാർ പിടിച്ചെടുത്തു. മന്ത്രിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ചേച്ചി ക്ഷമിക്കുക എന്നൊക്കെ ജീവനക്കാർ പറഞ്ഞെങ്കിലും മന്ത്രിയുടെ ഭാര്യ ക്ഷമിച്ചില്ല. മന്ത്രിയുടെ ഭാര്യ പൊട്ടിത്തെറിച്ചു, ബഹളം വെച്ചു. മുൻ DGP ശ്രീലേഖയെ വിളിച്ചു. ശ്രീലേഖ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. പോലീസിനെ വിളിച്ചു. പോലീസ് അവിടെ എത്തി. പോലീസിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, മന്ത്രിയാണ്. ഇതോടുകൂടി മന്ത്രിയുടെ ഭാര്യ ചാനലുകളെ സമീപിക്കുന്നു. തൻ്റെ ഭർത്താവ് പെണ്ണുപിടിയനാണ്, പല സ്ത്രീകളെയും കൊണ്ടുവരുന്നു. താനിതാ തൻ്റെ വസതിയിലേക്ക് വരുമ്പോൾ മന്ത്രി ഒരു പെണ്ണിനോടൊപ്പം മോശമായ നിലയിൽ കാണപ്പെട്ടു, താൻ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുന്നു. വലിയ ഭൂകമ്പമായി മാറുന്നു. ശനിയാഴ്ചത്തെ സംഭവം ഞായറാഴ്ചയായി ഇന്നലെയും പടർന്നു പിടിക്കുന്നു. എന്നോട് പലരും ചോദിക്കുന്നു, ഷാജൻ എന്താണ് മന്ത്രി ഗണേഷ് കുമാറിനോട് സോഫ്റ്റ് കോർണർ ആയതുകൊണ്ടാണോ ഒന്നും മിണ്ടാത്തതെന്ന്. ഈ ചോദ്യം ആദ്യമല്ല, മനുഷ്യരുടെ രീതിയാണ്. മറുനാടൻ ഇഷ്ടപ്പെടുന്ന പലരും ഗണേഷ് കുമാറിന്റെ അഭിമുഖം എടുത്തപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊരു വൃത്തികെട്ടവനെ നിങ്ങൾ വെള്ളപൂശുന്നതെന്ന്. ഇന്നലെ അമേരിക്കയിലെ ടെക്സാസിലുള്ള ഡാളസ് എന്ന് പറയുന്ന നഗരത്തിൽ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഹൂസ്റ്റണിലെ പരിപാടിക്ക് ശേഷം ഡാളസിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ സണ്ണി മാണിയേക്കലും PP ചെറിയാനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രസ് ക്ലബ്ബ് നൽകിയ ഒരു സ്വീകരണ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചത്, ഗണേഷ് കുമാറിന് വെള്ളപൂശിയത് എന്തിനാണ്? അയാളെ എന്തിനാണ് നല്ലവനെന്ന് പറയുന്നത്? ഇതോടുകൂടി താങ്കളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലെന്നാണ്. ഞാൻ അതിന് കൊടുത്ത മറുപടി, ഗണേഷ് കുമാർ എന്നല്ല, PV അൻവർ എന്നോട് സംസാരിക്കാൻ വന്നാലും ഞാൻ അത് പരിഗണിക്കും. അതാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ റോളെന്നാണ്. ഇത്തരത്തിൽ ഗണേഷ് കുമാറിന്റെ അഭിമുഖം എടുത്തപ്പോൾ തന്നെ ആളുകൾക്ക് വാശിയുണ്ടായി. അതുകൊണ്ടാവാം ഗണേഷ് കുമാറിനെ കുറിച്ച് ഇന്നലെ ഒന്നും മിണ്ടാത്തതേ എന്ന് ആളുകൾ കരുതി. അങ്ങനെ ആയിരുന്നില്ല. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ ഓട്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഹൂസ്റ്റണിലും പിന്നീട് ഡാളസിലുമായിരുന്നു. അവിടെ നിന്ന് ഇന്നലെ വളരെ വൈകിയാണ് ഞാൻ ഷിക്കാഗോയിലെത്തിയത്. 2 ദിവസം ഷിക്കാഗോയിലുണ്ട്. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇത്തരം ചില പരിപാടികളുണ്ട്. അതിനുശേഷം ലോസ് ആഞ്ചലസിലേക്ക് പോകും. ഇതിനിടയിൽ പല വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഗണേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം നടത്തിയില്ലെങ്കിൽ തീർച്ചയായും ഗണേഷിനോട് എന്തോ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് തോന്നിയെന്ന് വരാം. വാസ്തവത്തിൽ ഗണേഷിനോട് ഒരു പ്രത്യേക താല്പര്യവുമില്ല. ഗണേശൻ എന്നല്ല, പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ PV അൻവറോ മറുനാടൻ അഭിമുഖം നൽകിയാലും ഞങ്ങൾ എടുക്കും. ഗണേശിനെ പിന്തുണച്ചിട്ടുള്ളത് കാര്യക്ഷമതയുടെ പേരിൽ മാത്രമാണ്, പെണ്ണുപിടിയുടെ കാര്യത്തിലല്ല. കേരളം കണ്ട ഏറ്റവും വലിയ പെണ്ണുപിടിയൻ ആരെ എന്ന ചോദ്യത്തിന് എക്കാലത്തെയും റെക്കോർഡിട്ടിരിക്കുന്ന നേതാവാണ് ഗണേഷ് കുമാർ. തർക്കമേ വേണ്ട. ഗണേഷ് കുമാർ തന്നെ അത് തുറന്നു സമ്മതിച്ചു. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല, 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ച് ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല, 5000 പ്രണയമുണ്ട്. ഇതാണ് ഗണേഷ് പറഞ്ഞത്. തനിക്ക് 5000 പ്രണയമുണ്ട്. എന്താ കുഴപ്പം? പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രണയിനി എന്ന് പറയുന്ന നെഹ്റുവാണ്. മാധവക്കുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് താൻ ഒരു പ്രണയത്തിന്റെ പ്രവാചകനാണ് എന്ന് ഗണേഷ് കുമാർ സമ്മതിക്കുന്നു. എൻ്റെ പൊന്നു ഗണേശ, ഇത് പ്രണയമല്ല. ഇതിന് പച്ച മലയാളത്തിൽ കുത്തിക്കഴപ്പെന്നാണ് പറയുന്നത്. അതിനെ പ്രണയമെന്ന് പറയരുത്. പ്രണയം എന്ന് പറയുന്നത് വിശുദ്ധമാണ്. ഇത് ഗണേഷ് കുമാർ എന്ന ഈ നാടിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത, ജീവിത സുഖത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളുടെ ജൽപ്പനമാണ്. ഞാൻ പക്ഷേ ഇതിനെ വലിയൊരു ക്രൈമായി കാണുന്ന ആളല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ എല്ലാവരും ഓടി നടന്ന് ആക്രമിച്ചപ്പോൾ രാഹുലിനെ പിന്തുണച്ചത് പെണ്ണ് പിടിക്കുന്നത് കുറ്റകൃത്യമല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പെണ്ണ് പിടിക്കുന്നത്
പെണ്ണിന്റെ സമ്മതത്തോടെയാണെങ്കിൽ കുറ്റകൃത്യമല്ല. അതിലൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട്. പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികത, അത് ഇല്ലാത്തവരാണ് ഓടി നടന്ന് പെണ്ണ് പിടിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തോടുള്ള എൻ്റെ ഏക പരാതി രാഷ്ട്രീയ ധാർമ്മികത മാങ്കൂട്ടത്തിന് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് മാങ്കൂട്ടം ഒന്നിനുമേലൊന്നായി പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടത് എന്നാണ്. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി ചിത്രീകരിച്ച് കെണിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് ജയിലിൽ അടച്ചതിനെയാണ് ഞാൻ എതിർത്തത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം പെണ്ണ് പിടിച്ചതിനെ അല്ല. ഇവിടെ മാങ്കൂട്ടം ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നത്. അതിന് പ്രണയം എന്ന് പേര് വിളിക്കരുത്. മാങ്കൂട്ടം സിംഗിളായിരുന്നു, എലിജിബിൾ ബാച്ചിലറാണ്. മാങ്കൂട്ടത്തിന്റെ സൗന്ദര്യത്തിലും മിടുക്കിലും വാക്ചാതുരിയിലും ഇഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ മാങ്കൂട്ടത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാങ്കൂട്ടം അവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വെറും അധാർമികതയുടെ പ്രശ്നം മാത്രമാണ്, നിയമ പ്രശ്നമല്ല. എന്നാൽ ഇത് അധാർമികത മാത്രമല്ല, കുടുംബ മൂല്യങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. കാരണം ഭാര്യയുള്ള ഒരാളാണ് ഗണേഷ് കുമാർ. ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടുമാണ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് പരസ്യമായി തുറന്നു സമ്മതിക്കുന്നത്. ഇത് അധാർമികത മാത്രമല്ല, ക്രിമിനൽ കുറ്റം കൂടിയാണ്. ഗണേഷ് കുമാർ തൻ്റെ ഭാര്യമാരെ, ആദ്യ ഭാര്യ എത്രയോ വ്യക്തമായി പറഞ്ഞതാണ്. ഞാൻ അവരുമായി ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്, യാമിനി തങ്കച്ചൻ. അവർ പറഞ്ഞു തൻ്റെ വിവാഹ ജീവിതം മുഴുവൻ തടവറയിലായിരുന്നു, സഹികെട്ടാണ് താൻ ജീവിച്ചത്. താൻ ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും ഇല്ലാതെ വെറും ഒരു ചരക്കായി തന്നെ കരുതി തന്നെ ഉപദ്രവിച്ചു, വഴിയെ പോയി പെണ്ണുങ്ങളെയെല്ലാം കൊണ്ടുവച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ് യാമിനി തങ്കച്ചൻ ഇറങ്ങിപ്പോയത്. ഇതേ ആരോപണം തന്നെ ബിന്ദു മേനോനും ഉന്നയിക്കുന്നു. നോക്കൂ, യാമിനി തങ്കച്ചിയുമായിട്ടുള്ള ബന്ധം 2013 പിരിഞ്ഞപ്പോൾ 2014 നമ്മൾ തമ്മിലെന്ന ഏഷ്യാനെറ്റ് പരിപാടിയുടെ അവതാരകൻ എന്ന നിലയിൽ കണ്ടുമുട്ടിയ ഈ ബിന്ദു മേനോനെ കല്യാണം കഴിക്കുന്നു. ബിന്ദു മേനോൻ വിവാഹമോചിതയായിരുന്നു. ഗണേഷ് കുമാറും വിവാഹമോചിതനാണ്. ഗൾഫിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു ബിസിനസ്സുകാരിയാണ് ബിന്ദു മേനോൻ. ഗൾഫിലുള്ള സകല പ്രമുഖരെയും അറിയാം. ഏഷ്യാനെറ്റിന്റെ അവിടുത്തെ ജനറൽ മാനേജറും ഡയറക്ടറും ഒക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്പന്നയായ ബിന്ദു മേനോനെ വിവാഹം കഴിക്കുന്നു. പക്ഷെ എന്നിട്ടും ഒരു അലങ്കാരം എന്നതിനപ്പുറത്തേക്ക് ഭാര്യയായി കാണാതെ മറ്റു സ്ത്രീകളുമായി ജീവിതം അടിച്ചുല്ലസിച്ച് ജീവിക്കുന്നു. നാണമില്ലാതെ, ഉളുപ്പില്ലാതെ. അത് വലിയ നേട്ടമായി തുറന്നു പറയുന്നു. ഇതല്ല പ്രശ്നം, പെണ്ണ് പിടിക്കുന്നതല്ല പ്രശ്നം. പെണ്ണ് പിടിക്കുന്നവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സമ്മതപ്രകാരമാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ പോലീസ് കാവലിൽ മന്ത്രി ദുരുപയോഗിച്ചു എന്ന് പറയുന്ന പെണ്ണ് സമ്മതത്തോടെ എത്തിയതാണ്. അത് ഏത് പെണ്ണാണെന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. ഒരു കാര്യത്തിൽ ഗണേഷ് കുമാർ തെറ്റുപറ്റി. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായിരുന്നു പറഞ്ഞത്? അധപതനം, പെണ്ണുപിടിയൻ, അധാർമികത. ആ വാക്കൊന്നുകൂടി ഓർമ്മിപ്പിക്കാം. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങളെ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കെയറോഫിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ആ പറഞ്ഞതിന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുതരം മര്യാദയാണ് ഗണേഷ് കുമാറിനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തും പെണ്ണുപിടിയിൽ പിടിക്കപ്പെട്ടപ്പോൾ വിവാദമായപ്പോൾ മിണ്ടാതിരിക്കാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. കൊല്ലം MLA കൂടിയായി മുകേഷ് അത് കാണിച്ചു. അയ്യോ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. പെണ്ണുപിടിയന്മാർ മറ്റൊരു പെണ്ണുപിടിയനെ കുറ്റപ്പെടുത്താൻ പോവരുത്. ഇവിടെ ഗണേഷ് കുമാർ അറിയപ്പെടുന്ന പെണ്ണുപിടിയനാണ്. അത് ഈ 2 സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ 5000 പെണ്ണുങ്ങളുണ്ടെന്ന്. അങ്ങനെ ഒരു പെണ്ണുപിടിയൻ മാങ്കൂട്ടത്തിന് എന്തിനാണ് കുറ്റപ്പെടുത്തിയത്? ആ കുറ്റപ്പെടുത്തലിന് കിട്ടിയ കൃത്യമായ ശിക്ഷയാണിത്. ഇപ്പോഴിത് അത് വലിയ വിവാദമായിരിക്കുന്നു. നാണക്കേട് കൊണ്ട് പലർക്കും തലപൊക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഗണേഷ് കുമാർ നാണക്കേടൊന്നുമില്ല. ഒറ്റ ചോദ്യത്തിൽ മാത്രം എനിക്ക് ഗണേഷിനോടുള്ളൂ, എന്തിനാണ് ഗണേശ ഓടി നടന്ന് പെണ്ണ് പിടിക്കുമ്പോൾ ആ പാവപ്പെട്ട മാങ്കൂട്ടത്തോട് ഇത്രയും അസൂയ കാണിച്ചത്? അവനും പിടിക്കട്ടെ, ഒന്നുമല്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കാത്തൊരു ചെറുക്കനല്ലേ. അസൂയയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗണേഷ് കുമാർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാങ്കൂട്ടത്തിന് ചെറുപ്പക്കാരെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ അസൂയായിരിക്കും. ഇനിയെങ്കിലും ഇത്തരം അസൂയയുമായി ഇറങ്ങിപ്പോവരുത്. നാട്ടുകാർ കുറ്റം പറയും. ഇതൊന്നും തനിക്ക് പ്രശ്നമില്ല, താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം നല്ലതാണ്. ജയിപ്പിക്കുന്നെങ്കിൽ ജയിപ്പിക്കട്ടെ. പെണ്ണുപിടിയന്മാരും ക്രിമിനൽ മനോഭാവമുള്ളവരും മതി തങ്ങളുടെ ജനപ്രതിനിധി എന്ന് നാട്ടുകാർ വിചാരിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യണം, പ്രിയപ്പെട്ട ഗണേഷ് കുമാറെ, പെണ്ണുപിടിയുടെ പേരിൽ ബഹളം വെക്കരുത്. പിടിക്കുന്നവർ പിടിക്കട്ടെ, അവരുടെ പണി അവർ ചെയ്യുക. ഗണേഷ് കുമാറിന്റെ പണിയും എടുക്കുക. അത് മാത്രമാണ് നല്ലത്.